നമസ്കാരം. അപ്പൊ ഇന്ന് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയതിനെ തുടർന്ന് എനിക്ക് യൂട്യൂബിലും ഒരു ചാനലുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ അതിനകത്ത് എടുത്ത് ഇടാറുണ്ട്. #NoBSLife എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ അതിൽ ഇതേപോലെ ഞാൻ കൈകാര്യം ചെയ്യുന്ന സ്പിരിച്വാലിറ്റി പോലുള്ള വീഡിയോസ്, അപ്പോൾ അതിൻ്റെ അലോകൃതത്തിലൊക്കെ പല സിമിലർ വീഡിയോസിൻ്റെ അലോകൃതങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ പലതും കാണാനിടയായി. മലയാളികൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ വിരളമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ അതിൽപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുതിയ ഒരു ചാനൽ കാണാനിടയായി. ഇപ്പോൾ ഞാൻ പല വീഡിയോകളും എൻ്റെ വീഡിയോയിൽ തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കാര്യം എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയുള്ള, ഇനിയും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന റിസോഴ്സുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് കാലഘട്ടമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഇങ്ങനെ ഇതൊരുമാതിരി വീഡിയോ കാണാനിടയായി. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു വിഷയം എന്തോ ഒരു സ്പിരിച്വൽ എൻലൈറ്റൻമെന്റിന്റെ സംഭവത്തിനെ കുറിച്ചാണ്. ഞാനത് മുഴുവൻ കണ്ടില്ല. ഒരു 50 മിനിറ്റ്, 1 മണിക്കൂറോളം നീണ്ട വീഡിയോയാണ്. അപ്പോൾ എന്തൊരു വെളിച്ചം. അപ്പോൾ അതിനകത്തൊരു വ്യക്തി ഇതേമാതിരി ഒരു മെസ്സേജ് ഇട്ടു ഈ വീഡിയോ ക്രിയേറ്ററിനോട് ചോദിച്ചുകൊണ്ട്, ഹൂ ഇസ് ഗോഡ്, വാട്ട് ഇസ് വർഷിപ്പ്, പ്ലീസ് ഡീപ്ലി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്ക് ഒരു എക്സ്പ്ലനേഷൻ വേണ്ടി വരുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്യാൻ ഐ എക്സ്പ്ലെയിൻ, ഡു യു മൈൻഡ് ഇഫ് ഐ എക്സ്പ്ലെയിൻ എന്ന് ഞാൻ മെസ്സേജ് ഇട്ടു. അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റർ പുള്ളി എനിക്കൊരു ഇൻവിറ്റേഷൻ, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് പുള്ളിയും ഒരു റിപ്ലൈ മെസ്സേജ് ഇട്ടു. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഞാനിപ്പോൾ, അവർക്കൊരു മറുപടി എന്നുള്ള രീതിയിൽ. ഹൂ ഇസ് ഗോഡ്, എന്താണ് ദൈവം? ദൈവമുണ്ടോ, ദൈവമില്ലേ? ദൈവമുണ്ട്. ആ ദൈവം ആരാണ്? അത് നിങ്ങൾ കണ്ണാടിയിൽ ചെന്ന് നോക്കണം, ചില്ലിൽ ചെന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ദൈവത്തിന്. ഇത് ക്ലീശയായിട്ട് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും എന്താ പറയുക, ആൾക്കാർ അത് മറന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ പറയും നമ്മളുടെ കഴിവിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്, ദൈവം അത് കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ കഴിവിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ദൈവം എന്ന് പറയുന്ന സംഭവം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ശക്തി സ്രോതസ്, ആക്യുമുലേറ്റഡ് ശക്തി സ്രോതസ്സിനെയാണ് ഈ ദൈവം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ. അപ്പോൾ ആ ദൈവത്തിന്റെ ഒരു കണിക നമ്മളിലുണ്ട്. ആ സൃഷ്ടിയുടെ ഒരു കണിക നമ്മളിലുണ്ട്. ഈ സൃഷ്ടികളെ കൂടിയാണ് ഈ സൃഷ്ടാവ് എന്ന് പറയുന്നത്, ആ ഒരു സങ്കല്പം ഉണ്ടാകുന്നത്. സൃഷ്ടാവ് നമ്മളെങ്ങനെയാണ് അനുഭവിക്കുന്നത്, നമ്മുടെ ദൈവത്തിനെ നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഈ ലോകത്തെ മൊത്തം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ ലോകത്തെ മൊത്തം ജീവചരാചരങ്ങളും സഹ്യപർവ്വത എല്ലാം, ഈ ലോകത്തിനെ ലോകമാക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾക്കറിയാമോ? ഇല്ല. നമ്മൾ അതിന്റെ ആ സൃഷ്ടിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മളുടെ ദൈവത്വം നമ്മൾ ഉണർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ദൈവത്വം നമ്മൾ ഉണർത്തുമ്പോൾ നമ്മൾ ആ ദൈവികതയോട് ചേർന്ന് നിൽക്കും. ദൈവികത എന്താണ്? ഈ പ്രപഞ്ച നിയമങ്ങളോട് ചേർന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ പ്രപഞ്ച നിയമങ്ങളോട് ചേർന്നായിരിക്കും നിൽക്കുന്നത്. അതിന്റെ ഗുണം ആ ജീവിതത്തിൽ കാണാൻ പറ്റും. എത്രത്തോളം നമ്മൾ അതിനകത്ത് നകന്നു നിൽക്കുന്നു. അതായത് ഒരു പദം പറഞ്ഞാൽ ആത്മീയത എന്ന് പറയാം. ആത്മീയത എന്ന് പറയുന്നതിനെ പലരും പല രീതിയിൽ കളിയാക്കുന്നുണ്ട്. അത് എന്താ പറയുക, പകുതി ശരിയാണ്. പക്ഷെ ആത്മീയത എന്നൊരു സംഭവം ഉണ്ട്. അത് ആത്മീയത മനുഷ്യർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആത്മീയത ഒന്ന് വേറെതാണ്. പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആത്മീയത ഒന്ന് വേറെയാണ്. കാര്യം അവരുടെ സ്വഭാവത്തിന് നിരക്കുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ദൈവസങ്കല്പങ്ങളും ചില രീതികളും ചില ആചാരങ്ങളും ഒക്കെ വെച്ച് പുലർത്തുകയും അതാണ് ദൈവത്തിന്റെ സ്വഭാവമെന്നും അതാണ് ദൈവമെന്നും വാശി പിടിക്കുകയും അതിനെ ആത്മീയതയായിട്ട് കാണുന്നവരുമാണ് ഈ നാട്ടിലുള്ളത്. എല്ലാ നാട്ടിലും ഉണ്ട് അത്. ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല, എല്ലാ നാട്ടിലും ഉണ്ട്. പല നാടുകളും, പുരോഗമിച്ച നാടുകളും അത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പല നാടുകളിലും പണ്ടേ കുറവാണത്. അതിനെ കാണേണ്ട രീതിയിലാണ് മനുഷ്യർ കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ഈ ഇന്റർനെറ്റിന്റെ വരവോടുകൂടിയും ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഓപ്പൺ ആവുകയും ഇപ്പൊ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സ്പിരിച്വൽ അവേക്കനിങ് വളരെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സാധ്യതകളുടെ നടുവിൽ ജീവിക്കുന്നു നമ്മൾ. അപ്പോൾ ഒരുപാട് ഇതേപോലെ തന്നെ ഒരു പുതിയ ചാനലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ ചാനൽ എന്റെയും പുതിയ ചാനൽ തന്നെയാണ്. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇടയായതും ഇങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ വന്നു, സാധ്യതകൾ വന്നു. അപ്പൊ നമ്മൾക്ക് നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറം പറയാൻ പറ്റുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അവരൊക്കെ സാധ്യതകളില്ലാത്തതിന്റെയും അവർക്ക് പ്രിവിലേജ് ഇല്ലാത്തതിന്റെയും കുഴപ്പം കൊണ്ടിട്ടാണ് അവർ എന്താ പറയുക അൺസങ് ഹീറോസ് ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നത്. അവരൊക്കെ ആർക്കും അറിയാൻ പാടില്ല. ഈ പറഞ്ഞ വ്യക്തി, ഈ ചാനലിലുള്ള ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോഴാണ്, ആ വീഡിയോ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്.
പിന്നെ പുള്ളി കണക്ട് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരും അസോസിയേറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ പുള്ളിയുടെ ഒരു ട്രൈബ് ഉണ്ട്, പുള്ളിയുടെ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനിടയാണ്. അങ്ങനെ പല പല ഭാഗത്തും മനുഷ്യർ ഒരു അവേക്കനിങ്ങിലേക്ക് വരുന്നു. മനുഷ്യന്റെ ആ ഒരു സർവൈവിങ് എന്നുള്ള സംഭവം, സർവൈവിങ് മെന്റാലിറ്റിയിൽ ഒതുങ്ങി നിൽക്കുന്ന ആ മനുഷ്യന്റെ ആ ഒരു സ്റ്റേജിൽ നിന്ന് മനുഷ്യൻ ഉയർന്നു വരുന്നു, ഒരു ത്രൈവിങ് സംഭവത്തിലേക്ക് വരുന്നു. പല കാര്യങ്ങളെയും കുറിച്ച് വിശകലനം ചെയ്യുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അതിലൊക്കെ വളരെ സന്തോഷം. അപ്പൊ ഇതാണ് സംഭവം. ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യനാണ്. അപ്പോൾ ദൈവമുണ്ടോ? ദൈവമുണ്ട്. അത് ഇവിടെയാണ്, നമ്മുടെ ഉള്ളിലാണ്. പിന്നെ മനുഷ്യന് മുകളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ താഴെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. താഴെ നിരച്ച് നടക്കുന്ന ഉറുമ്പിന് മനുഷ്യനെന്ന് പറയുന്ന ഒരു ദൈവത്തിനെ പോലെയാണ്, ഒരു വലിയൊരു ജീവി പോലെയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ നിരച്ച് നടക്കുന്ന ഒരു ഉറുമ്പാണ്. പല ബീയിങ്സിന്റെ മുന്നിൽ മനുഷ്യൻ അവിടെ ഒരു ഉറുമ്പാണ്. അതിനുമൊക്കെ അപ്പുറമുള്ള ഒരു ശക്തി സ്രോതസ്സിനെയാണ് ഈ ദൈവം എന്ന് പറഞ്ഞത്. ഇനി വാട്ട് ഇസ് വേർഷിപ്പ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. വേർഷിപ്പ് എന്താണ്? ആരാധന. നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന് നിങ്ങളുടെ ആരാധന ഒന്നും വേണ്ട. ഒരു ദൈവത്തിന് നിങ്ങളുടെ ആരാധന വേണ്ട. ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെ അതല്ല. കുറെ മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് എന്നെ ആരാധിപ്പിൻ എന്ന് പറയുന്ന ഒരു ചീപ്പ് തേർഡ് റേറ്റ് സംഭവമൊന്നുമല്ല ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആരാധനയ്ക്ക് ഒരു വിലയുമില്ല. പിന്നെ നിങ്ങൾക്ക് ആരാധിക്കാം. എങ്ങനെ ആരാധിക്കാം? നിങ്ങൾ ആ ദൈവത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു കണികയാണെന്നും അതിന്റെ ഒരു ദൈവീകത നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നും അതിനെ ഉണർത്താനായിട്ട് നിങ്ങൾക്ക് ആരാധിക്കാം. അല്ലാതെ ദൈവത്തിന് നിങ്ങളുടെ ആരാധനയൊന്നും വേണ്ട. വർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ആവശ്യമില്ല. വർഷിപ്പ് ഇതാണ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുന്ന കൃത്യത, അതാണ് നിങ്ങളുടെ വർഷിപ്പ്. അതിലും വലിയ വർഷിപ്പ് ഭൂമിയിൽ വേറെയില്ല. അപ്പൊ ഈ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കും എന്നാൽ കഴിയുന്ന ഉത്തരം നൽകാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു.